ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 ചൊവ്വാഴ്ചയാണ്. US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. എന്നാൽ US ഫ്യൂച്ചേഴ്സ് ഒരു ചെറിയ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസം നടന്നത് ബിറ്റ് കോയിനിലായിരുന്നു. ബിറ്റ് കോയിൻ 50,000 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗിന് തന്നെയാണ് സാധ്യതയുള്ളത്. കൂടാതെ ഇന്ത്യയുടെ ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. പ്രതീക്ഷ നൽകുന്ന ഡാറ്റ തന്നെയാണ്. എല്ലാ വാർത്തകളിലേക്കും പോകാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ന്യൂസിലേക്ക്. ഇന്നലെ മാർക്കറ്റ് ഹവറിന് ശേഷം പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയിലേക്കാണ് പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഭക്ഷ്യവിലകൾ ലഘൂകരിച്ചതിനാൽ ജനുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.10% കുറഞ്ഞു. 2023 ഡിസംബറിലെ ഉപഭോക്തൃ വില സൂചിക, അതായത് CPI ഇൻഫ്ലേഷൻ 5.69% അവിടെ നിന്നാണ് 5.10% എത്തിയിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചത് 5.09% CPI ഇൻഫ്ലേഷൻ എന്നാണ്. ഏറെക്കുറെ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ തന്നെയായിരുന്നു വന്നത്. എന്തായാലും ജനുവരിയിൽ റീറ്റെയിൽ പണപ്പെരുപ്പം കുറഞ്ഞെങ്കിലും ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടക്കാല ലക്ഷ്യമായ 4%-ത്തേക്കാൾ കൂടുതലാണ് എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും പണപ്പെരുപ്പം ഇപ്പോൾ തുടർച്ചയായ 5-ാം മാസവും 2% മുതൽ 6% വരെയുള്ള ടോളറൻസ് പരിധിക്കുള്ളിൽ തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ പ്രശ്നം സൃഷ്ടിച്ചത് ഫുഡ് ഇൻഫ്ലേഷൻ ആയിരുന്നു. ഈ ജനുവരി മാസം ഫുഡ് ഇൻഫ്ലേഷൻ 0.7% ഇടിവും രേഖപ്പെടുത്തി. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റിന് കൂടുതൽ ഊർജ്ജം പകരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ അതിന്റെ ത്രൈമാസ ഫലങ്ങൾ ഫെബ്രുവരി 13 പ്രഖ്യാപിക്കുമെന്നും പൊതുമേഖലാ കമ്പനികൾ MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്കുള്ള സാധ്യതയുള്ള ഉൾപ്പെടുത്തലുകളുടെ പട്ടിക പുറത്തുവിടുമെന്നും നുവാമ ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പറയുകയുണ്ടായി. MSCI സ്റ്റാൻഡേർഡ് സൂചികയിൽ ചേർക്കാൻ സാധ്യതയുള്ളത് NMDC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, BHEL, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, NHPC എന്നീ കമ്പനികളാണ്. കൂടാതെ അടുത്തിടെ ലിസ്റ്റ് ചെയ്ത് ധാരാളം ഓഹരികൾ MSCI സ്മോൾ ക്യാപ് സൂചികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ സെല്ലോ വേൾഡ്, മമ്മ എർത്ത്, ഹോസാന കൺസ്യൂമർ എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഈ ഓഹരികളിലേക്ക് യഥാക്രമം 12 മില്യൺ, 7 മില്യൺ, $5 മില്യൺ എന്നിവ നിക്ഷേപം കൊണ്ടുവരും എന്ന് പറയുന്നു. കൂടാതെ ജയപ്രകാശ് അസോസിയേറ്റ്സ്, RR കേബിൾ, സിഗ്നേച്ചർ ഗ്ലോബൽ, പൈസോള ഡിജിറ്റൽ, റത്തൻ ഇന്ത്യ പവർ, KPI ഗ്രീൻ എനർജി, സ്വാൻ എനർജി, MSTC, പ്രോട്ടീൻ GOV, എത്തോസ്, ജയകുമാർ ഇൻഫ്രാസ്ട്രക്ചർ, DB റിയാലിറ്റി, SBFC ഫിനാൻസ്, സന്തൂർ മാഗ്നീസ്, IIFL സെക്യൂരിറ്റീസ്, ഓറിൻ പ്രോ സൊല്യൂഷൻസ്, ന്യൂ വെബ് ടെക്, ഇനോക്സ് വിൻഡ്, കേശോറാം ഇൻഡസ്ട്രീസ്, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ, സ്പൈസ് ജെറ്റ്, ജൂപ്പിറ്റർ ലൈഫ്. ഈ പറഞ്ഞ സ്റ്റോക്കുകൾ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു കാര്യമുള്ളത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, GMR എയർപോർട്ട്, RVNL, പ്രീവി, സോഷ്യാലിറ്റി എന്നീ സ്മോൾ ക്യാപ് സൂചികകളിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ഏകദേശം 800 മില്യൺ മുതൽ 1 ബില്യൺ വരെയുള്ള നിക്ഷേപം ഇത് കൊണ്ടുവരും എന്നും പറയുന്നു. മറ്റൊരു വാർത്ത പേടിഎമ്മുമായി ബന്ധപ്പെട്ടതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിക്ക് വിധേയമായി പേടിഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആക്സിസ് ബാങ്ക് സന്നദ്ധത അറിയിച്ചു. ആക്സിസ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അമിതാഭ് ചൗധരി ഒരു പരിപാടിക്കിടയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇനി RBIയുടെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്കാണ്. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെതിരെ കേന്ദ്ര ബാങ്ക് സ്വീകരിച്ച നടപടികൾ പുനഃപരിശോധിക്കില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഇത് പേടിഎമ്മിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,606 0.76% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ വലിയ പ്രഹരമുണ്ടായത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റിലായിരുന്നു. മിഡ് ക്യാപ്പ് 2.5% ഇടിഞ്ഞത്. സ്മോൾ ക്യാപ്പ് 4% ഇടിവും രേഖപ്പെടുത്തി. നിഫ്റ്റിയെ സംബന്ധിച്ച് RSI ഒരു ഡൗൺവേർഡ് സ്ലോപ്പിൽ 50 റേഞ്ചിലാണ് ഉള്ളത്. ഇനി ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,500 വളരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ജനുവരിയിലെ ലോ ആയ 21,137 എന്ന ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ 50 DMA ഉള്ളത് 21,500 താഴെയായിട്ടാണ്. ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ ഒരു നെഗറ്റീവിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 21,800 ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞതുപോലെ 21,500 ആദ്യത്തെ ലെവൽ. അത് കഴിഞ്ഞാൽ
ഡൗൺ സൈഡിലേക്ക് 21,200 മുതൽ 21,150 വരെയുള്ള ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 20,800 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,800-ഉമാണ്. അടുത്തത് ഡേ ക്യാൻഡിൽ. ഡെയിലി ചാർട്ടിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 21,650-ൽ 51% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 308% വർധനവുണ്ട്. നല്ല ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 21,600 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 33% വർധനമാണുള്ളത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. പക്ഷേ കോൾ സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡ് 321% വർധനമാണുള്ളത്. നല്ല ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. കൂടുതൽ സ്ട്രോങ് കോൾ സൈഡ് തന്നെയാണ്. 21,700 സ്ട്രൈക്ക്, അവിടെ 1% വർധനവ് മാത്രമാണ് പുട്ട് സൈഡിലുള്ളത്. ചെറിയ ഒരു ലോങ് ബിൽഡപ്പ് മാത്രമാണത്. 143% വർധനമാണ് കോൾ സൈഡിനുള്ളത്. അതായത് കോൾ സൈഡിലെ ഈ 3 സ്ട്രൈക്കുകളിലും നല്ല ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് കാണുന്നത്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള കോൾ സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 44,882-ൽ 1.65% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെന്റുകൾക്ക് ശേഷം വലിയ ഇടിവിലേക്ക് പോയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. വെള്ളിയാഴ്ച ഉണ്ടാക്കിയ നേട്ടമെല്ലാം ബാങ്ക് നിഫ്റ്റി ഈ ബിയറിഷ്നെസ് കാരണം ഇല്ലാതാക്കി. 45,000-ന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നത് ഈ ബിയറിഷ്നെസ് കുറച്ചുകൂടി കൂട്ടുന്നു. അപ്സൈഡിൽ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 45,100-ആണ്. സപ്പോർട്ടിന് സാധ്യതയുള്ളത് 44,800-ഉം. ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ 44,000 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാവാൻ ഡൗൺ സൈഡിൽ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 46,000-ലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 45,400 സ്ട്രൈക്കിലും അതിനുശേഷം 45,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 43,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 44,000-നും അതിനുശേഷം 44,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 45,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 44,000 മുതൽ 44,500 വരെയുള്ള സോണുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 16 എന്ന റേഞ്ചിലേക്ക് വീണ്ടും ഇന്ത്യ വിക്സ് എത്തിയിരിക്കുന്നു. 16.06 എന്ന നിലയിൽ 3.98% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം Q3 റിസൾട്ടുകളിലേക്ക്. കോൾ ഇന്ത്യ മൂന്നാം പാദത്തിൽ നെറ്റ് പ്രോഫിറ്റ് 9,093.7 കോടി രൂപയിലാണ്. 17.8% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 2.8% ഉയർന്നത്. ഇയർ ഓൺ ഇയറിലെ ഡാറ്റയാണ്. 36,154 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. മറ്റൊരു കമ്പനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മൂന്നാം പാദത്തിൽ നെറ്റ് പ്രോഫിറ്റ് 423 കോടി രൂപയാണ്. 22% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഒരു ഇടിവ് കാണാം. 6.8% ഇയർ ഓൺ ഇയറിൽ ഒരു ഇടിവ് കാണുന്നുണ്ട്. 23,349 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ദിലീപ് ബിൽഡ്കോൺ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 3.3% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 107.4 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 2,876.8 കോടി രൂപയിലാണ്. 23.87% വർധനമാണ് റവന്യൂവിലുള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം JSW എനർജി. കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ JSW നിയോ എനർജിക്ക് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചു എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു കമ്പനി ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. തെലങ്കാനയിലെ 50 മുറികളുള്ള ഹോട്ടലിന് ലൈസൻസ് കരാർ ഒപ്പിട്ടു. ഫിനാൻഷ്യൽ ഇയർ 2027-ൽ ഹോട്ടൽ പ്രവർത്തനക്ഷമമാകുമെന്ന് കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി കോൾ ഇന്ത്യയാണ്. മുകേഷ് അഗർവാളിനെ CFO ആയി നിയമിക്കുമെന്ന് കമ്പനി അറിയിച്ചു. അടുത്തത് ഫോണിക്സ് മിൽസ്. CFO അനുരാഗ് ശ്രീവാസ്തവ് മാർച്ച് 18-ന് രാജിവെക്കുമെന്ന് കമ്പനി അറിയിച്ചു. നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് കമ്പനിയെ സംബന്ധിച്ചത്. അടുത്തത് റിലയൻസിനെ സംബന്ധിച്ച് റിലയൻസും ഡിസ്നിയും തമ്മിലുള്ള മെർജർ നമ്മൾ കുറച്ച് കാലമായി കേൾക്കുന്നു. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസ് ഒരു ഫോക്കസിൽ ഇന്ന് വരുന്ന കമ്പനി തന്നെയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബന്ധൻ ബാങ്ക്, അശോക് ലൈലാൻഡ്, ഓരോബിന്ദ ഫാർമ, ബൽറാംപൂർ ചിനി മിൽസ്,
ബയോകോൺ, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവേഴ്സ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് വരുന്ന കമ്പനികളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഐഷർ മോട്ടോഴ്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, സൈമൺസ്, സി എന്റർടൈൻമെന്റ്, IRCTC, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ബോഷ്, നാഷണൽ അലുമിനിയം കമ്പനി, ഗുജറാത്ത് ഗ്യാസ്, ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ്, ഇന്നോവ ക്യാപ്ടാബ്, ഇനോക്സ് ഇന്ത്യ, മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസസ്, ഇൻഫോ എഡ്ജ് ഇന്ത്യ, NBCC, ഓയിൽ ഇന്ത്യ, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സുല വിൻയാർഡ്സ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി രാവിലെ 7:30 എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉണ്ടായിരിക്കും. അതുപോലെ രാവിലെ 11:30 മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കും. ഇനി ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം MCX ഇന്നലെ ഇൻട്രാഡേയിൽ തന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. 3700 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി ചെയ്തത് 3663 ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 3525 നമുക്ക് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. നല്ല പ്രോഫിറ്റ് ആയിരുന്നു MCXൽ ലഭിച്ചത്. ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് സി എന്റർടൈൻമെന്റ് ആയിരുന്നു. 200 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 194.5 എന്ന നിലയിൽ. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 188 ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് സി എന്റർടൈൻമെന്റിലും ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു. 6300 CE നമ്മൾ ഫെബ്രുവരി 9 പറഞ്ഞത്. 6403 എന്ന നിലയിലാണ് എൻട്രി എടുത്ത് 6677 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ ലഭിച്ചത്. ഇന്നലെ എൻട്രി എടുത്ത് ഹോൾഡിങ്ങിലുള്ള F&O സ്റ്റോക്കുകൾ കൂടി നോക്കാം. ആദ്യം MRF 1,40,000 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 1,42,493 എന്ന നിലയിൽ. സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. മറ്റൊരു സ്റ്റോക്ക് HCL ടെക് ആയിരുന്നു. 1600 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 1673 എന്ന നിലയിൽ. മറ്റൊരു സ്റ്റോക്ക് SBI ആയിരുന്നു. 720 PE ആയിരുന്നു പറഞ്ഞത്. 711 എന്ന നിലയിൽ എൻട്രി എടുത്തു. മറ്റൊരു ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്ക് DLF ആയിരുന്നു. 820 PE ആയിരുന്നു പറഞ്ഞത്. 814 എന്ന നിലയിലാണ് എൻട്രി എടുത്തത്. ഇന്നലെ നമ്മൾ ഹോൾഡിങ്ങിലേക്ക് പോയ കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്നും പറയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 126 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs 1711 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ FIs ബൈയിങ് നടത്തുന്നത് ചെറിയ എമൗണ്ടിലാണ് എന്ന് കാണാം. പക്ഷേ സെല്ലിംഗ് നടത്തുന്നത് വലിയ എമൗണ്ടിലാണ്. ഫെബ്രുവരി 1 അവർ സെല്ല് ചെയ്ത് 1879 കോടി രൂപയ്ക്കാണ്. ഫെബ്രുവരി 7 അവർ സെല്ല് ചെയ്ത് 1691 കോടി രൂപയ്ക്കാണ്. ഫെബ്രുവരി 8 4933 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്തു. പക്ഷേ ബൈയിങ് സൈഡിലേക്ക് വന്നാൽ വെറും 600 കോടി രൂപയ്ക്ക് താഴെയാണ് അവർ ഇത്രയും ദിവസം ബൈ ചെയ്തത്. അടുത്തതായി US മാർക്കറ്റിലേക്ക്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.33% ഉയർന്നപ്പോൾ നാസ്ഡാക്കും S&P 500ഉം ചെറിയൊരു ഇടിവിലേക്ക് പോയി. നാസ്ഡാക്ക് 0.21% ഇടിഞ്ഞു. S&P 500 0.03% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റുകളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ജനുവരിയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്ന ഡാറ്റയാണ്. ഈ ഡാറ്റ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ കാണിച്ചു തരും. ഇതുകൂടാതെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, റീറ്റെയിൽ സെയിൽസ്, പ്രിലിമിനറി യൂണിവേഴ്സിറ്റി മിച്ചിഗൻ കൺസ്യൂമർ സെന്റിമെന്റ് ഡാറ്റ അത് പുറത്തു വരുന്നുണ്ട്. ഏർണിംഗ് സൈഡിലേക്ക് വന്നാൽ സോഫ്റ്റ് ഡ്രിങ്ക് ജെയിൻറ്റ് കൊക്കക്കോളയുടെ റിസൾട്ട് വരുന്നുണ്ട്. ടോയ് മേക്കർ ഹാസ്ബ്രോ കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് സ്മോൾ ക്യാപ് ബെഞ്ച് മാർക്ക് റസൽ 2000 തുടർച്ചയായ 3-ാം ദിവസവും പോസിറ്റീവ് ക്ലോസ് ചെയ്തു. ഇന്നലെ 1.75% ഉയർന്നാണ് റസൽ ക്ലോസ് ചെയ്യുന്നത്. ഈ ആഴ്ച മാത്രം 5% മുകളിൽ റസൽ 2000 നേട്ടമുണ്ടാക്കി. മറ്റൊരു വാർത്തയുള്ളത് ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി ഈ വർഷാവസാനം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ കാരണവും US എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ കഴിഞ്ഞ മാസം ഉൾപ്പെട്ടതും എല്ലാം കാരണം ഇന്നലെ ബിറ്റ്കോയിനിൽ വലിയ നേട്ടമുണ്ടായി. 50,000 എന്ന മാർക്ക് പുതുതായി ടച്ച് ചെയ്യുകയും ചെയ്തു. എന്തായാലും ബിറ്റ്കോയിനെ സംബന്ധിച്ച് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ബാങ്കിങ് സൈഡിൽ 3 ബാങ്കുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. HDFC ബാങ്ക്
1.40% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 1.20% ഇടിഞ്ഞത്. ആക്സിസ് ബാങ്ക് 0.63% ഇടിഞ്ഞു. ഇൻഫോസിസ് 0.17% ഉയർന്നപ്പോൾ വിപ്രോ 2.13% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ഏകദേശം 2% അടുത്ത് നേട്ടമുണ്ടാക്കി ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.10% ഇടിവിലും, S&P 500 0.14% ഇടിവിലും, നാസ്ഡാക്ക് 0.17% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ വിപണി നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.01% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.55% ഉയർന്നും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.65% ഉയർന്നും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.5% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.02% ഇടിവിലും, CAC 0.04% ഉയർന്നും, FTSE 0.07% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ പല ഏഷ്യൻ മാർക്കറ്റുകളും ലൂണാർ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ക്ലോസ്ഡ് ആണ്. ചൈനീസ് മാർക്കറ്റുകൾ ഒരാഴ്ച അടവായിരിക്കും. ഇനി ന്യൂസിലാൻഡിൽ നിന്നുമുള്ള ഒരു വാർത്ത. ന്യൂസിലാൻഡ് ഗവർണർ അഡ്രിൻ ഓർ പറഞ്ഞത് രാജ്യത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോഴും കൂടുതൽ തന്നെയാണ്. 4.17 എന്ന നിരക്കിലാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് ഉള്ളത്. അത് ടാർഗറ്റായ 2 തിരികെ കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം. അത് ശ്രമകരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,736 എന്ന നിലയിലാണ്. 43 പോയിന്റ്സ് നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇന്നൊരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 1.94% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഏറെക്കുറെ ഫ്ലാറ്റായിട്ടാണ് ഓയിൽ പ്രൈസുകൾ ട്രേഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഏകദേശം 6% മുകളിൽ നേട്ടമുണ്ടാക്കിയതായിരുന്നു ഓയിൽ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 82.06 എന്ന നിലയിലാണ്. $0.16 നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.10% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്ത എല്ലാ വാർത്തകളും നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ET Now തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.